ഹായ്, മേനേജർ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് ഞാൻ നിൽക്കുന്നത് പാല ഭരണങ്ങാനത്താണ്. കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനം മെയിൻ ഹൈവേയിൽ നിന്നൊരു 350 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയ, നല്ല തെളിച്ചമൊക്കെ ഉള്ള മേഖല എന്ന് ചിലരൊക്കെ വരുമ്പോൾ പറയാറുണ്ട്. അങ്ങനെ നല്ല തെളിച്ചമൊക്കെ ഉള്ള മേഖലയിൽ നല്ലൊരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ ഇവിടെ വന്നിരിക്കുക. 10 സെന്റ് സ്ഥലമാണ്. 10 സെന്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്, പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ല ഒരു വീട്. അത് വീഡിയോയിലൂടെ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിനോടൊപ്പം ബാക്കി സൗകര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. ചോദിക്കുന്ന വില 72 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മേനേജർ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ബിജു പാലയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഭരണങ്ങാനം എന്ന് പറയുന്നത്. ഭരണങ്ങാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഹൈവേയിൽ നിന്നും ഏകദേശം 300-350 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ടാർ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 10 സെൻറ്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 1700 സ്ക്വയർ ഫീറ്റ് വീടും 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടും കിണർ വെള്ളവും 10 സെൻറ്റ് സ്ഥലവും കൂടി ഉൾപ്പെടെ ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. 72 ലക്ഷം രൂപയാണ് ആദ്യമേ ചോദിക്കുക. നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരു 2 സൈഡിലും റോഡാണ് ഈ വീടിൻ്റെ. അപ്പോൾ 2 സൈഡിലും റോഡ് ആക്സസ് ഉള്ള രീതിയിലുള്ള നല്ലൊരു വീടാണ് ഇവിടെ. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. കിണർ കുത്തിയിടത്തെല്ലാം വെള്ളം കിട്ടിയേക്കുന്നൊരു മേഖലയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ ഇപ്പോൾ വീണ്ടും പുതിയ കിണറുകളൊക്കെ പ്ലോട്ട് മേടിച്ചവരൊക്കെ ഇവിടെ അടുത്തൊക്കെ കുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. എല്ലാ കിണറ്റിലും ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ്. കാരണം തൊട്ടപ്പുറത്തെ കിണറ്റിലും വെള്ളം കിട്ടുമ്പോൾ ഇവിടെയും വെള്ളത്തിന് ക്ഷാമമില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമല്ലോ. അതുകൊണ്ട് കുത്തുന്ന സമയത്ത് തന്നെ വേണമെങ്കിലും വന്ന് നോക്കാം. അതുപോലെ ജലലഭ്യതയുള്ള മേഖലയിൽ വീണ്ടും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും കൂടി എടുത്തിട്ടുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത്. കാരണം ഇന്ന് ഇതുപോലെ കടുത്ത വരൾച്ച, അതായത് ബാംഗ്ലൂരൊക്കെ അതുപോലെ വരൾച്ചയാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ബാംഗ്ലൂർ എന്താ പറയുന്നത്, 2 ദിവസം 3 ദിവസം കണ്ട കൂടുമ്പോഴേ കുളിക്കാൻ പാടുള്ളൂ എന്ന് വരെയും ഗവൺമെൻറ് നിയമം ഇറക്കേണ്ടതായിട്ടുള്ള നിലവാരത്തിലേക്ക് ബാംഗ്ലൂർ അതുപോലെ വരൾച്ച നേരിടുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് എന്ത് ഓപ്ഷൻ വന്നാലും അത് എടുത്തിടുക എന്ന് നല്ല ബിൽഡേഴ്സ് ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം കിണറോ കുഴൽക്കിണറോ പൈപ്പ് ലൈനോ എന്ത് വന്നാലും അത് എടുത്തിടുക. കാരണം എൻ്റെ വീട് മേടിക്കുന്ന ആൾക്കൊരിക്കലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ബിൽഡറാണ്. ചുറ്റുവട്ടമെല്ലാം ഉള്ളത് നല്ല വീടുകളാണ്. തൊട്ടടുത്തൊക്കെ ബാങ്ക് മാനേജർ അതുപോലെയൊക്കെയുള്ള ആൾക്കാരാണ് പ്രോപ്പർട്ടി മേടിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം കിണർ കുത്തി വെള്ളമുണ്ട്. അപ്പോൾ മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണിയുന്ന സമയത്ത് അപ്പുറത്ത് കിണർ കുത്തുന്ന പൊടി വീടിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പച്ച നെറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു. ഇത് പഞ്ചായത്ത് റോഡാണ്, പഞ്ചായത്ത് ടാർ റോഡാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊക്കെ ഉള്ള നല്ല വീടുകളാണ്, നല്ല അയൽവാസികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും നമ്മൾ ഇവിടെ ഈ സൈഡ് വഴി നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്ക് പോവുകയാണ്. മുൻവശത്തേക്ക് പോകുമ്പോൾ നല്ല മുറ്റവും സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് ഓപ്പോസിറ്റ് കാണുന്ന വീടുകൾ നമുക്ക് കാണാം. ഏകദേശം 2200 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന വീടുകളാണ് ഓപ്പോസിറ്റ് പണിയുന്നത്. അതും വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ 3 വീടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതല്ലെങ്കിൽ അപ്പുറത്തേത് എന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ വീണ്ടും മുൻവശത്തേക്ക് വന്നു. വണ്ടി കയറേണ്ട ഭാഗം ഇൻ്റർലോക്ക് ഇട്ട് കാർ പോർച്ച് വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ചിപ്സ് ഇട്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ ആദ്യം കാണുന്നത്. നല്ല പില്ലറിൽ നല്ല സിറ്റ് ഔട്ട്.
ഇവിടെ ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ കാണാം. ഫ്രഞ്ച് വിൻഡോ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് ഫ്രണ്ട് ഡോറ് നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറാണ്. ആ ഡോറ് കടന്ന് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ്. രൂപമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രൂപത്തിൻ്റെ ഒരു പോയിൻ്റൊക്കെ ലൈറ്റ് പോയിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് നല്ല ഒരു സ്വീകരണ മുറി. നല്ല വലിപ്പമുള്ള സ്വീകരണ മുറിയാണ്. നല്ല വലിപ്പവും വീതിയും നീളവും ഒക്കെ ഉള്ള നല്ല സ്വീകരണ മുറി തന്നെയാണ്. ഇവിടെ എല്ലാം ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന് അങ്ങനെയാണ് കൊടുത്തിരിക്കുക. ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറിയാലും നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കണ്ടു നമ്മൾ അവിടെ ഒരു കോക്കറി ഷെൽഫായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണൊരു കോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. കിഴക്ക് ദർശനത്തിലുള്ള വീടാണ്. വാസ്തുപരമായിട്ടൊക്കെ കിഴക്ക് ദർശനത്തിലുള്ള വീടാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ബെഡ്റൂമുകളുടെ അകത്തേക്ക് പോവുകയാണ്. ബെഡ്റൂമിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിയുമ്പം ബെഡ്റൂമും ഹോളിലിട്ടിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുക. ജനൽപ്പാളികളുടെ സൗകര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ AC-യുടെ പോയിൻ്റ്, ഫാന്, ലൈറ്റ്, ട്യൂബ് ലൈറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ഇവിടെ കബോർഡ് വർക്കുകൾ, ഡ്രസ്സിങ് ഏരിയയിൽ ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാം. ഇവിടുന്ന് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് നമ്മൾ കയറി. ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വലിപ്പമുള്ള ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. എല്ലാം സൊമാനി അല്ലെങ്കിൽ സെറ പോലെയുള്ള നല്ല കമ്പനി സാധനങ്ങൾ തന്നെയാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ. ഇവിടെ മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും ഡ്രസ്സിങ് ഏരിയ വഴി ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ്, അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോണും ബാങ്കിൽ നിന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ ബാങ്കുകളും നമുക്ക് ഏത് ബാങ്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചില ആൾക്കാർ ചോദിച്ചേക്കാം. എല്ലാ ബാങ്കുകളും നമ്മളുമായിട്ട് കോർപ്പറേറ്റഡ് ആണ്, മീനച്ചിൽ ഹോംസുമായിട്ട് കോർപ്പറേറ്റഡ് ആണ്. പക്ഷേ ഓരോരുത്തരുടെയും പ്രൊഫൈൽ എന്താണെന്ന് കേട്ടതിന് ശേഷം മാത്രമേ അവർക്ക് ബെസ്റ്റായിട്ടുള്ള ബാങ്ക് ഏത് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ബാങ്ക് ഏത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാത്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മളങ്ങ് പോവുകയാണ്. നല്ല ബെഡ്റൂമുകൾ, നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകൾ, അതുപോലെ തന്നെ എല്ലാം നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുക. ഒരു സ്റ്റാൻഡേർഡ് വർക്കായിട്ട് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നതാണ്. ഒന്നും പറയാനില്ല, അത്രയും നല്ല രീതിയിലാണ്. ഇതാണ് 2 പൈപ്പ്, ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ ലൈനാണ്. ഇവിടെ ഭരണങ്ങാനം മെയിൻ ഹൈവേയുമായിട്ട്, പാലാ ഈരാറ്റുപേട്ട മെയിൻ ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300-350 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല വീടുകൾ തന്നെ അയൽപക്കത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഭരണങ്ങാനം ടൗണുമായിട്ടുള്ള ദൂരം എനിക്ക് തോന്നുന്നത് ഏകദേശം 1 കിലോമീറ്റർ അടുത്തായിരിക്കും ഭരണങ്ങാനം ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട്. പക്ഷേ ഈ 350 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ബസ്സുകളും നിർത്തുന്ന ബസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതുപോലെ ബേക്കറി, പലചരക്ക് കട, പച്ചക്കറി കട എന്ന് വേണ്ടുന്ന എല്ലാ ഷോപ്പുകളും ഈ 350 മീറ്റർ അടുത്ത് അവൈലബിളാണ്. വീണ്ടും നമ്മൾ ഭരണങ്ങാനം ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് 1 കിലോമീറ്റർ ദൂരം, ഭരണങ്ങാനം പള്ളിയുമായിട്ട് 2 വഴിയുണ്ട്, ഷോർട്ട് കട്ട് വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ ഭരണങ്ങാനം പള്ളിയുമായിട്ട്. ഭരണങ്ങാനം പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയാണെന്ന് നമുക്കറിയാം. ദൂരദേശത്തുനിന്ന് പോലും ഈ കോട്ടയം ജില്ല വഴി പാസ് ചെയ്ത് പോകുന്നവർ ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൻസാമ്മയുടെ അടുത്തുനിന്ന് കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഭരണങ്ങാനത്തേക്ക് വന്ന് പോകാറുണ്ട്.
അമ്പലവുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്റർ ദൂരമായിരിക്കും ഏകദേശം അമ്പലവുമായിട്ടുള്ളത്. ഏകദേശം 1 കിലോമീറ്ററിന് 1.5 കിലോമീറ്ററിനും ഇടയ്ക്കായിരിക്കും ദൂരം. എൻജിനീയറിംഗ് കോളേജുമായിട്ടൊരു 1.5 കിലോമീറ്റർ ദൂരം, ചൂണ്ടച്ചേരി എൻജിനീയറിംഗ് കോളേജ്. അതുപോലെ തന്നെ ഭരണങ്ങാനം അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളുമായിട്ട് ഏകദേശം ഒരു 600 മീറ്റർ ദൂരം, 700 മീറ്റർ ദൂരമായിരിക്കും. അങ്ങനെ സ്കൂള്, പള്ളി, അമ്പലം, കടകൾ, ബസ് സ്റ്റോപ്പ്, എൻജിനീയറിംഗ് കോളേജ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ നടന്നു പോകാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ ഇവിടെ വിശേഷിപ്പിക്കാം. ഇടവക വരുന്നത് ഭരണങ്ങാനം പള്ളി ഇടവകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം കണ്ടു. ഇനി നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിച്ചന്, അതിനോടൊപ്പം തന്നെ വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയാൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിലേക്കൊന്ന് വിളിക്കുക. ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്, ഫുൾ ടൈം. ഇനി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഉടനടി തിരിച്ച് വിളിക്കുന്നതുമാണ്. മീനച്ചിൽ ഹോംസിൻ്റെ ആയിരക്കണക്കിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർക്കൊപ്പം നിങ്ങളും ആവട്ടെ. കാരണം നമ്മൾ ലോണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ലീഗൽ ഡോക്യുമെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ 100% പക്കയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കത്ത് എന്താവശ്യങ്ങളുണ്ടെങ്കിലും, പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന എന്താവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. മീനച്ചിൽ ഹോംസ് അതെല്ലാം ചെയ്താണ് തരുന്നത്. ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആകട്ടെ, സർവേ ആകട്ടെ, അല്ലെങ്കിൽ ആധാരം എഴുതുന്ന കാര്യമാകട്ടെ, ഇനി ബാങ്ക് ലോൺ വേണ്ടവർക്ക് ബാങ്ക് ലോൺ ആവട്ടെ, അത് മീനച്ചിൽ ഹോംസിന് ഉള്ളത് അത്രയും കോണ്ടാക്ട്സ്, എല്ലാ ബാങ്കുകളുമായിട്ട് കോണ്ടാക്ട്സ് മറ്റാർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുപോലെ എല്ലാ ബാങ്കുകളുമായിട്ട് നമ്മളൊരു ടൈപ്പിലാണ്. അത് വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഈ മീനച്ചിൽ ഹോംസ് ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ബന്ധങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നല്ലൊരു വീട് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിർമ്മിക്കപ്പെട്ട നല്ല റെസിഡൻഷ്യൽ മേഖലയിലുള്ള ഈ വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. പുതിയ വീഡിയോയുമായി നാളെ എത്താം. അതുവരേക്കും ഗുഡ് ബൈ.